നല്ല ചൂടുള്ള സമയത്ത് നമ്മളൊരു ലോവർ എൻഡ് കാറിൽ യാത്ര ചെയ്യാന്ന് വിചാരിക്കുക. നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യും. എത്ര AC നല്ല തണുപ്പിലിട്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യും അകത്ത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു റെയർ AC വെന്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ആഗ്രഹിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു റെയർ AC വെന്റ് കുറഞ്ഞ ചെലവിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ടെക് ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആനന്ദു. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കാണാം എങ്ങനെയാണ് നമുക്ക് കുറഞ്ഞ ചെലവിൽ നമുക്കൊരു റെയർ AC വെന്റ് സെറ്റ് ചെയ്യാന്നുള്ളത്. നിങ്ങൾ വേഗം ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും. ഫ്രണ്ട്സ്, 2010 മോഡല് വാഗണറിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ഒരു ഡ്രൈനേജ് പൈപ്പാണ്. ഇതാണ് ഡ്രൈനേജ് പൈപ്പ്. ഈ ഡ്രൈനേജ് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ AC കാലിലേക്ക് അടിക്കാൻ തക്കവണ്ണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെന്റ് ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. അവിടേക്ക് വേണം ഇത് കണക്ട് ചെയ്യാൻ. അത് മൊത്തത്തിൽ നമ്മൾ MCയിലൊക്കെ വെച്ചിട്ട് സീൽ ചെയ്ത് അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സൈഡിലെ AC വെന്റ് മാത്രം ഉപയോഗിച്ചാൽ മതി ഇതിന്. നമ്മൾ ഈ ഹോസ് വന്നിട്ട് നമ്മൾ ഈ മാറ്റിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് നമ്മൾക്ക് ഈ ഗിയർ ലിവറിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ വന്നിട്ട് നമ്മൾ ഈ ബോക്സ് ഉണ്ട്, ഈ ബോക്സിൻ്റെ അകത്തൂടെയാണ് നമ്മളിത് വലിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഹോസ് കിടക്കുന്നത്. ഇതിലെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ പുറകിൽ നമ്മളൊരു ചെറിയ ഹോൾ അടിച്ചിട്ടുണ്ട്, അതിൽ വന്നിട്ടാണ് വന്ന് കയറുന്നത്. നമ്മളിവിടെ പുറകിൽ റെയർ AC വെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മിനി എയർ കൂളറാണ്. ഈ എയർ കൂളർ വന്നിട്ട് 300 രൂപയ്ക്ക് അല്ലെങ്കിൽ 350 രൂപയ്ക്കൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മിനി എയർ കൂളർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും, മേടിക്കേണ്ടവർക്ക് അവിടെ മേടിക്കാം. ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ നമുക്ക് ആ ഹോസ് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ തണുത്ത കാറ്റ്, ഫ്രണ്ടിലെ AC എന്നുള്ള തണുത്ത കാറ്റ് നമുക്ക് പുറകിലേക്ക് കിട്ടുള്ളൂ. ഇനി ഈ മിനി എയർ കൂളർ നമുക്ക് ഈ ബോക്സിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെയുള്ള 2 ക്ലാമ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ ആ ബോക്സിൻ്റെ മണ്ടയ്ക്ക് ഇത് നമ്മൾ സ്ക്രൂ ചെയ്ത് വെക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ക്ലാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റെയർ AC വെന്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൂളർ എടുത്തിട്ട് ആ ഹോളിൻ്റെ അകത്ത് ആ ഹോസ് കയറി കിടക്കുന്ന രീതിക്ക് നമ്മൾ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കണം. കൂളർ ഫിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂളറിന് സപ്ലൈ കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഫാനുണ്ട്. അത് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പുറകിൽ ഇച്ചിലൂടെ കാറ്റ് കിട്ടുള്ളൂ, കൂളിങ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ബോക്സിൻ്റെ അകത്തൂടെ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ നമ്മൾ ജസ്റ്റ് വയറെടുത്ത് ഡയറക്റ്റ് നമുക്ക് പ്ലഗ് ചെയ്യാം. ഇതായിരിക്കും ഇച്ചിലൂടെ വൃത്തിയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ആരും കാണാത്ത രീതിക്ക് നമുക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ആ മൊബൈൽ ചാർജിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുറകിലെ കൂളർ വർക്ക് ചെയ്യും. ഫ്രണ്ട്സ്, നമ്മളിപ്പം കണക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ റെയർ AC വെന്റ് ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. കാറ്റ് മാത്രമല്ല, നല്ല തണുപ്പും കിട്ടുന്നുണ്ട്. ഇത് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിക്ക് തണുപ്പ് കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് എന്തായാലും തണുപ്പ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ മേളിലേക്കും താഴേക്കും നമുക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വെച്ചിട്ട് റൈറ്റും ലെഫ്റ്റും ചെയ്യാൻ പറ്റില്ല, പക്ഷേ മേളിലേക്കും താഴേക്കും നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് നമുക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല കാറ്റ് കണ്ടോ, നല്ല കാറ്റുണ്ട്, നല്ല കൂളിങ്ങും ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് വീണ്ടും ഉടനെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഈസ് ആനന്ദു സൈനിങ് ഓഫ്.